നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി മന്ത്രിസഭയിൽ 7 മന്ത്രിമാരെങ്കിലും തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നും ഭരണ തുടർച്ചയ്ക്ക് സാഹചര്യമില്ല എന്നും CPM സംസ്ഥാന നേതൃത്വം പോളിറ്റ് ബ്യൂറോയ്ക്ക് റിപ്പോർട്ട് നൽകി. ദേശീയ ജനറൽ സെക്രട്ടറിയും മലയാളിയുമായിട്ടുള്ള MA ബേബി ഇതിനു മുൻപ് തന്നെ കേരളത്തിലെ തോൽവി മണത്തുകഴിഞ്ഞിരുന്നു. കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗങ്ങളെക്കാൾ ശക്തമാണ് പിണറായി വിരുദ്ധ വികാരമെന്നും പോളിറ്റ് ബ്യൂറോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭരണത്തിൽ 3 വനിതാ മന്ത്രിമാരും വൻ പരാജയമായിരുന്നുവെന്നും ആരോഗ്യവകുപ്പ് അപ്പാടെ ഒരു ദുരന്തമായിരുന്നുവെന്നും MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സമിതി അവസാനം സമ്മതിച്ചു കഴിഞ്ഞു. മെയ് 4-ന് വരാനിരിക്കുന്ന വൻ തോൽവിക്ക് പിന്നാലെ ജനങ്ങളോടും പാർട്ടിയോടും എന്ത് മറുപടി പറയണമെന്നുവരെ MV ഗോവിന്ദൻ പഠിച്ചു പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ 14,000-ലേറെ വോട്ടിന് G സുധാകരൻ ജയിക്കുമെന്ന സിറ്റിംഗ് MLA സലാം തോൽക്കുമെന്നുമാണ് CPM-ന്റെ ഏറ്റവും വലിയ മാനക്കേട്. G സുധാകരൻ ജയിച്ചാൽ ഏറ്റവും അധികം ക്ഷീണമുണ്ടാകുക MV ഗോവിന്ദനും സജി ചെറിയാനുമായിരിക്കും. ജയിച്ചാൽ സുധാകരൻ സജി ചെറിയാനെ വെല്ലുവിളിക്കും. അമ്പലപ്പുഴയിൽ മാത്രമല്ല, ചേർത്തല, കായംകുളം, മാരാരിക്കുളം ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ LDF തോൽക്കാൻ സാധ്യതയേറെയാണ്. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, MB രാജേഷ് എന്നിവർ ജയിക്കുമെന്നാണ് CPM ആദ്യം അവകാശപ്പെട്ടിരുന്നതെങ്കിലും അന്തിമ റിപ്പോർട്ടിൽ തോൽവിക്കുള്ള സാധ്യതയാണ് പാർട്ടി വിലയിരുത്തുന്നത്. UDF ഉറപ്പായും 80 സീറ്റിന് മുകളിൽ എത്തുമെന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴയിലും തൃശൂരും പാലക്കാടും UDF അനുകൂല തരംഗമുണ്ടാകുമെന്നും സീറ്റുകളുടെ എണ്ണം 85 വരെ ഉയരുമെന്നുമാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭൂരിപക്ഷം 10,000-ലേക്ക് താഴുമെന്നും തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള 2,000-ൽ താഴെ വോട്ടിന് ജയിക്കുമെന്നുമാണ് CPM-ന്റെ അവസാന വിലയിരുത്തൽ. തിരുവനന്തപുരം ജില്ലയിൽ കോവളം നിലനിർത്തുമെന്നും വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, അരുവിക്കര സീറ്റുകൾ തിരിച്ചുപിടിക്കുമെന്നും UDF-ഉം പറയുന്നു. എന്നാൽ സംസ്ഥാനത്ത് BJP-ക്ക് 5 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും ഇത് ഭാവിയിൽ CPM-ന് ക്ഷീണമുണ്ടാക്കുമെന്നുമാണ് CPM നേതൃത്വം കരുതുന്നത്. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഇക്കുറി CPM-ന് അപ്രതീക്ഷിത തോൽവിക്ക് സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ കുണ്ടറ, കരുനാഗപ്പള്ളി എന്നിവ UDF നിലനിർത്തും. കൊല്ലം UDF പിടിച്ചെടുക്കുമെന്നുള്ള വിലയിരുത്തലും വരുന്നു. ചവറയിലും കുന്നത്തൂരിലും RSP ജയിക്കാനാണ് സാധ്യത. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും ശക്തമായിട്ടുള്ള മത്സരമാണെന്നും 2ഇടത്തും സിറ്റിംഗ് മന്ത്രിമാർ തോൽക്കുമെന്നും CPM-ന്റെ അവസാന റൗണ്ട് വിലയിരുത്തൽ പുറത്തുവരികയാണ്. UDF ഹരിപ്പാട് നിലനിർത്തുമെന്ന് മാത്രമല്ല, അരൂരിലും കുട്ടനാട്ടിലും ഉറച്ച പ്രതീക്ഷയിലുമാണ് നിൽക്കുന്നത്. പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നിവയെ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് UDF അവകാശപ്പെടുന്നത്. എന്നാൽ പാലയിൽ BJP-യുടെ ഷോൺ ജോർജ് 30,000-ൽ കൂടുതൽ വോട്ട് നേടിയാൽ നേട്ടം ജോസ് കെ മാണിക്കായിരിക്കും എന്നാണ് സൂചന. ഷോൺ അധികം പിടിക്കുന്ന വോട്ടുകൾ മാണി C കാപ്പന് ക്ഷീണം ചെയ്യും. തന്റെ തിരഞ്ഞെടുപ്പിൽ വീശിയടിച്ച UDF തരംഗം നിയമസഭാ പോരിലും ആവർത്തിച്ചെന്നാണ് ഇടുക്കി ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇടുക്കി മണ്ഡലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുമെന്ന് UDF-ഉം കരുതുന്നു. എന്നാൽ തൊടുപുഴയിൽ 1,00,000 വോട്ടുകൾക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് LDF ഉറച്ചു പറയുന്നത്. പീരുമോട് UDF ഇത്തവണ വിജയിക്കുമെന്ന് ഉറപ്പാക്കി. ഉടുമ്പൻചോലയിൽ ശക്തമായിട്ടുള്ള മത്സരത്തിൽ UDF-ന് ശക്തമായ മുൻതൂക്കമുണ്ട്. CPM വിട്ട് BJP-യിൽ ചേർന്ന S രാജേന്ദ്രൻ ദേവികുളത്ത് ഇടതു വോട്ടുകൾ പിടിച്ചാൽ UDF-ന് ജനസാധ്യതയേറും. പത്തനംതിട്ടയിൽ കോന്നിയിൽ ഒഴികെ എല്ലാ സീറ്റിലും UDF ഉറച്ച പ്രതീക്ഷയിലാണ്. ആറന്മുള മന്ത്രി വീണ ജോർജ് തോൽക്കുമെന്ന് CPM ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ഒഴികെ 13 സീറ്റിലും UDF ഉറച്ച പ്രതീക്ഷയിൽ നിൽക്കുന്നു. വൈപ്പിനിലും കൊച്ചിയിലും തൃപ്പൂണിത്തുറയിലും കോതമംഗലത്തും നടന്നത് വാശിയേറിയ മത്സരമാണെന്നും അവിടെ വിജയിക്കാൻ ആയേക്കുമെന്നതുമാണ് CPM വിലയിരുത്തൽ. തൃശൂർ ജില്ലയിൽ മന്ത്രി ബിന്ദു ഉൾപ്പെടെ 3 പ്രമുഖർ തോൽക്കുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. അതേസമയം LDF തൃശൂർ ജില്ലയിൽ വലിയ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ചാലക്കുടി, തൃശൂർ, മണലൂർ സീറ്റുകളിൽ ഉറച്ച പ്രതീക്ഷയിലാണ് UDF അനുകൂല തരംഗമുണ്ടായാൽ വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, ഒല്ലൂർ സീറ്റുകളിലും പിടിക്കുമെന്നും UDF കരുതുന്നു. പാലക്കാട്, മണ്ണാർക്കാടും പാലക്കാടും ഉറപ്പായും നിലനിർത്തുമെന്നാണ് CPM-ന്റെ സമ്മതിക്കുന്നത്. തൃത്താലയിൽ മന്ത്രി MB രാജേഷ് തോൽക്കുമെന്നാണ് സൂചന. ചിറ്റൂരിൽ ഉറച്ച പ്രതീക്ഷയില്ല.
കോങ്ങോട്, പട്ടാമ്പി, നെന്മാറ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിലും ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. മലമ്പുഴയിൽ മാത്രമാണ് വിജയം ഉറപ്പുള്ളതെന്നും മലപ്പുറം UDF തൂത്തുവാരുമെന്നും CPM സംസ്ഥാന കമ്മിറ്റിക്ക് സംശയമില്ല. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി, കൊയിലാണ്ടി, നാദാപുരം, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, വടകര എന്നിവിടങ്ങളിൽ ഉറച്ച പ്രതീക്ഷ UDF-നാണ്. പേരാവൂർ, ഇരിക്കൂർ UDF നിലനിർത്തുമെന്ന് CPM വിലയിരുത്തുന്നു. ഒപ്പം കണ്ണൂർ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുമുണ്ട്. അഴീക്കോടും കൂത്തുപറമ്പിലും ശക്തമായ മത്സരമാണ്. മാനന്തവാടിയിൽ മന്ത്രി OR കേളു പരാജയപ്പെടും. കാസർഗോഡ് UDF മഞ്ചേശ്വരം നിലനിർത്തും. കാസർകോട്ടും തൃക്കരിപ്പൂരിലും ഉറച്ച വിജയപ്രതീക്ഷയിലാണ് UDF. LDF-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരിക്കും ഇക്കുറിയെന്നും പറയുന്നുണ്ട്.